ഇന്നൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുക്കർ ബിരിയാണി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അതിനുശേഷം 2 പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗാലിസിൻ്റെ തലശ്ശേരി ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല സ്മെല്ലുള്ള ഒരു ബിരിയാണി മസാലയാണ്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തോളം. അതിനുശേഷം ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 8 പീസ് ചിക്കൻ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും പിന്നെ മല്ലിയും പുതിനയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വിസിലിടാതെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇതൊരു ഹാഫ് കുക്കായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു 20 മിനിറ്റ് കുതിർത്തെടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു റൈസിലേക്കുള്ള കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടോടാണ് ഓപ്പൺ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഒട്ടിപ്പ് പോലെയൊക്കെ തോന്നും. പക്ഷെ അത് നമ്മൾ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നെ ഇതിലേക്ക് കുറച്ച് മേലിൽ അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് റോസ് വാട്ടറും അതുപോലെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്